അർജുൻ അശോകന്റെ പുതിയ പടം തലവര. തിയേറ്ററിൽ നമുക്ക് തെറ്റില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തലവര എന്ന് പറയുന്നത്. അങ്ങനെ ഭീകരമായിട്ട് നമുക്ക് ഭയങ്കര ക്രിഞ്ച് തോന്നുന്ന കുറെ മൂവ്മെന്റ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണിത്. അപ്പൊ നിങ്ങൾ ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അതേപോലെ തന്നെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ വെള്ളപ്പാണ്ട് പിടിച്ച ഒരു ലുക്കാണ് അതിനകത്ത് അർജുൻ അശോകൻ ഉള്ളത്. അപ്പോൾ ശരിക്കും സിനിമ പറയുന്നത് അത് തന്നെയാണ്. അതായത് അത്തരത്തിലുള്ള ഒരാള് അയാളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ചില സ്ട്രഗിളുകള്, കളിയാക്കലുകള്, പിന്നീട് അയാളുടെ ജീവിതം ഇതിലൂടെയൊക്കെ പോകുന്ന അയാളുടെ ജീവിതം പിന്നെ എങ്ങനെയാണ് അത് രൂപപ്പെടുത്തുന്നത്, അയാൾക്ക് ഉണ്ടാവുന്ന ചില ഫിയർ, ചില ട്രോമാസ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഈ എന്താ പറയാ തലവര എന്ന് പറയുന്ന സിനിമ. പിന്നീട് അയാള് ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആവുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞു സിനിമയാണ് ഈ ഒരു പടം. പടത്തിന്റെ ഒരു സെറ്റപ്പ് വരുന്നത് പാലക്കാടാണ്. പാലക്കാടാന്ന് വിചാരിച്ചിട്ട് പാലക്കാടിന്റെ ആ ഒരു എക്സ്ട്രാക്ട് ഒരു ഒരു എന്താ പറയുക സ്ലാങ് ഒന്നും ഈ പടത്തിനകത്ത് പിടിച്ചതായിട്ട് കണ്ടിട്ടില്ല. മേ ബി അത് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പാലക്കാടൊക്കെ പോകുമ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കില്ലേ ചില വാക്കുകളൊക്കെ, അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഈ പടത്തിനകത്ത് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് ഈ തലവര എന്ന് പറയുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ ഇയാളെ വിളിക്കുന്നത് പാണ്ഡെ പാണ്ഡെ എന്നാണ് ഇതിനകത്ത് വിളിക്കുന്നത്. അതായത് പാണ്ടുള്ളത് കൊണ്ട് പാണ്ഡെ എന്നാണ് വിളിക്കുന്നത്. അപ്പോ സിനിമ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയാ, എന്നെ നീ അങ്ങനെ വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നെ നീ അങ്ങനെ വിളിക്കരുത് എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ എന്നെ മിന്നലെന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, നീ സ്പീഡിൽ ഓടുന്നോണ്ടാണ് നിന്നെ മിന്നലെന്ന് വിളിക്കുന്നത്, നിനക്ക് ശരിക്കും അതൊരു കോംപ്ലിമെന്റ് ആണ്, നിനക്കുള്ള കയ്യടിയാണ് ആ പേര്, പക്ഷെ എന്നെ അങ്ങനെയല്ല വിളിക്കുന്നത് എന്നുള്ളത്. അത് ശരിയാണ്. ശരിക്കും ഒരു ഒരു പൊളിറ്റിക്സ് തന്നെയാണ് അവിടെ ആ സിനിമ സംസാരിച്ചത് എന്നുള്ളതാണ്. നമ്മൾ പല ആൾക്കാരെയും നമ്മളെ ഇരട്ടപ്പേര് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ഇരട്ടപ്പേരുകൾ അംഗീകാരമായിട്ട് വരും, എന്നാൽ ചില ഇരട്ടപ്പേരുകൾ അത് കളിയാക്കലുമായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളെ ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഈ തലവര എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ, ഇങ്ങനെ കളിയാക്കലുകൾ നേരിടുന്ന ആൾക്കാർക്കുള്ള എന്തൊക്കെ ഫിയർ ഉണ്ടായിരിക്കും, ആ കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു ഐഡിയ തരും ശരിക്കും ഒരു പടം. നമ്മൾ പൊളിറ്റിക്കലി ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനകത്തുള്ള ഒരു എന്താ പറയാ, ഒരു ലവ് ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്തുള്ള റൊമാൻസ് നല്ല രസമുണ്ടായിരുന്നു ഇതിനകത്തുള്ളത് കാണാൻ. അങ്ങനെ ഓവർ ആക്കിയിട്ടുള്ള റൊമാൻസോ അങ്ങനെ ഓവർ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ഇഷ്ടാവുന്നതും പിന്നെ അതേപോലെ തന്നെ ആ ഏരിയകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓവർ ക്രിഞ്ച് പൈങ്കിളി സാധനമൊന്നും ഇല്ലാതെ ഒരു മൈൽഡായിട്ട് ഒരു 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 ലെവലിൽ അങ്ങനെ പറഞ്ഞു പോകണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഇമോഷണൽ കണക്ഷൻ കിട്ടുന്ന ഒരുപാട് സീനുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത്, സെക്കൻഡ് ഹാഫ് മുതൽ മൊത്തം ആ ഒരു കോൺഫ്ലിക്ട് സാധനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കും അത് കണക്ട് ആവും. അയാൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലും എല്ലാം നമുക്ക് കറക്റ്റ് കണക്ട് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ഇമോഷണലി നല്ല കണക്ഷൻ ഒക്കെ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് ഈ തലവര എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഇപ്പൊ അശോകനുണ്ട്. അങ്ങനെ കുറച്ച് അധികം നമുക്ക് അറിയാവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമക്കകത്തുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. വെറുതെ ഇപ്പൊ ഒരാള് വന്നു പോയി എന്നുള്ള ഒരു സാധനം നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രസമുള്ള ഒരു ഫീൽ ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന, എന്നാൽ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടത് നമുക്ക് എന്തിനാ ഞാൻ ഈ പടം കാണാൻ വന്നതെന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിനിമയാണ് തലവര എന്ന് പറയുന്നത്.